പച്ചയായ ദുർവ്യാഖ്യാനം. നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് എന്ത് ചെയ്യുക, ആൾക്കാരോട് പറയാം. എന്നിട്ട് ഇവിടെ കൊപ്പത്തുള്ള പരിപാടിയിലും കൊടുവള്ളിയുള്ള പരിപാടിയിലും രണ്ടാളും ഒരേ ആയത്തോതിയിട്ട് ഈ വാദം സ്ഥാപിക്കാൻ നോക്കുന്നു. ഏതാ വാദം? ഹയ്യും ഹാദിറും ഖാദിറുമായിട്ടുള്ള ഒരു ജിന്നിനോടുള്ള ചോദ്യം അത് ശിർക്കാണ് എന്ന് പറയാൻ ഇവരോടുന്ന ആയത്താരെ നമ്മൾ കേൾക്കുക. ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അല്ല, മുസ്ലിം ജിന്നുകളോട് തന്നെയും സഹായം തേടിയ ആളുകൾ മക്കത്തുണ്ടായിരുന്നു. അവരോടാണ് അല്ലാഹ് പറഞ്ഞത്, ഖുലുദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. അല്ലാഹ് പറയാണ്, മുസ്ലിമായ ജിന്നിനോട്, അതും മക്കയിൽ ജീവിച്ചിരുന്ന ജിന്നുകളോട് അവിടുത്തെ മുശ്രിക്കുകൾ സഹായം തേടിയപ്പോൾ അതിനെതിരെ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിനെ മൻസൂഹാക്കാൻ ഇപ്പറയുന്ന വിസ്റ്റം പണ്ഡിതന്മാർ സഭ കൂടി പുതിയ സുനഹദോസ് കൊണ്ടുവന്നാൽ അള്ളാന്റെ ആയത്ത് ദുർബലമാകൂല. കേട്ടല്ലോ, എന്താ ആവേശാണ്! അദ്ദേഹം തന്നെ തട്ടിക്കൂട്ടിണ്ടാക്കിയൊരു വാദം. എന്നിട്ട് ആ വാദത്തിന് ഇല്ലാത്ത തെളിവ് ഉരുട്ടിപ്പിടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സുനഹദോസ് കൂടി അത് പോകൂല. പൊന്നാർ അനസ് മൗലവി, നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയം എന്താ? ഈ ആയത്തിലുള്ള വിഷയം എന്താ? ഇതുപോലും തിരിച്ചറിയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കില്ലാതെ ഈ നിലക്ക് പറഞ്ഞാൽ ആരാ അപകടത്തിലാകുക? ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. കാരണം എന്താ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടിലൂടെ പോകുന്ന ഞങ്ങൾക്ക് എതിരല്ല ഈ ആയത്ത്. എന്താ തെളിവ്? നേരത്തെ കാണിച്ച അതേ കിതാബ് നിങ്ങൾ വായിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ കിതാബിലേക്ക് കണ്ണുവിടുമോ എന്നറിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കതാണ് ശീലമായിട്ടുള്ളത്. ഇൻഷാ അല്ലാ നിങ്ങൾ കാണിച്ച ഓരോ കള്ളത്തരങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യമാകും. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബ് തൗഹീദ്, ആ കിതാബ് തൗഹീദിൽ അദ്ദേഹം ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിലെ ഈ ആയത്ത് കൊണ്ടുവന്നു. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അതിന് കൊടുത്ത വിശദീകരണം നോക്കൂ നിങ്ങൾ. യദ്ഊനഹും മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ പ്രാർത്ഥിക്കുന്നവർ, വഹുമുൽ മലായിക വൽ അംബിയാഇ വസ്വാലിഹീൻ, ജിന്നുകൾ മാത്രല്ല അംബിയാക്കളും സ്വാലിഹീങ്ങളും മലക്കുകളും എല്ലാവരും ഉണ്ട്. അത് മൂപ്പരും പറയുന്നുണ്ട്. പക്ഷേ ജിന്നിനെയാണ് മൂപ്പര് മുന്നിക്കിടുന്നത്. കാരണം എന്താ? ജിന്നും പറഞ്ഞ് കുറച്ചാളുകളെ ശിർക്കിലാക്കണം, നടക്കൂല. ഇനി കേൾക്കൂ, ഈ ആയത്തിന്റെ കൃത്യമായിട്ട് പറയുന്നു, അന്നല്ലാഹ സുബ്ഹാനഹു വ തആല യുഖ്ബിറു അന്ന ഹൗലാഇ അല്ലദീന യദ്ഊഹുമുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി മിനൽ മലായികതി വൽ അംബിയാഇ വസ്വാലിഹീൻ. കണ്ടോ, മുശ്രിക്കുകൾ മലക്കുകളോട്, അംബിയാക്കളോട്, സ്വാലിഹീങ്ങളോട് അല്ലാഹുവോട് ചോദിക്കേണ്ട കാര്യം ചോദിച്ച വിഷയത്തെ പറ്റിയാണ് ഈ ആയത്ത്. അതാർക്കാ സംശയം? അത് ജിന്നിനോട് പാടില്ല, മനുഷ്യനോട് പാടില്ല, കല്ലിനോട്, മരത്തിനോട്, ഒരു സൃഷ്ടിയോടും പാടില്ല എന്ന് മുജാഹിദുകൾക്കറിയാം. അത് നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഇനി തീർന്നില്ല. ഓരോന്നും ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് കൊടുത്തത്, ഹഫിളഹുല്ലാഹ് കൊടുത്തത്, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തത് എല്ലാം ഇതിലുണ്ട്. ഇതൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണ്ടേ വാദത്തിനാണോ തെളിവ്? അതാണല്ലോ പ്രധാനം. വാദത്തിനാണോ തെളിവ് എന്ന് കൃത്യമായി നിങ്ങൾ നോക്കേണ്ടിയിരുന്നു.